ഇരുട്ടുകീറിയ വജ്രസൂചി, മലയാളത്തിൻ്റെ സ്നേഹഭാചനം, സാനുമാഷ്. ഇനി ഓർമ്മ. മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ MK സാനുമാഷ് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 5:35 നമ്മോട് വിട പറഞ്ഞത്. CCM സ്കൂളിൻ്റെ സ്നേഹാഞ്ജലികൾ. 1928 ഒക്ടോബർ 27 ആലപ്പുഴ തുമ്പോളി മംഗലത്തെ വീട്ടിൽ MC കേശവന്റെയും KP ഭവാനിയുടെയും 5 മക്കളിൽ ഇളയവനായി അദ്ദേഹം ജനിച്ചു. ആലപ്പുഴ SD കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മലയാളം MA 1ാം റാങ്കോടെ ജയിച്ച് കൊല്ലം ശ്രീനാരായണ കോളേജിൽ അധ്യാപകനായി. തുടർന്ന് അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സാനു എന്ന പദത്തിന് സൂര്യൻ, വിദ്വാൻ, പർവ്വതശിഖരം എന്ന് വലിയ അർത്ഥം കൂടിയുണ്ട്. അഗാധമായ പാണ്ഡിത്യവും ആഴമുള്ള ജീവിതം കൊണ്ട് സാനുമാഷ് സൃഷ്ടിച്ച വലിയ അർത്ഥങ്ങൾ അദ്ദേഹത്തെ മലയാള സാഹിത്യ സാംസ്കാരിക ജീവിതത്തിലെ വലിയവനാക്കി മാറ്റി. നിരൂപണം, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, ബാലസാഹിത്യം, വിവർത്തനം എന്നിങ്ങനെ സാഹിത്യത്തിന്റെ ഒട്ടെല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകി മലയാളത്തിന്റെ അക്ഷരസൂര്യനാണ് അണഞ്ഞുപോയത്. അധ്യാപകൻ, നിരൂപകൻ, ജീവചരിത്രകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ തുടങ്ങി ബഹുമുഖനായിരുന്നു MK സാനുവിന്റെ പ്രതിഭ. ഒരാൾക്ക് തന്റെ ജീവിതയാത്രയിൽ ഏതൊക്കെ മേഖലകളിലേക്ക് വെളിച്ചം വീശാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ലാളിത്യവും ഊർജ്ജസ്വലതയും ഭാഷയിൽ സമന്വയിപ്പിച്ച് എഴുത്തിന് സ്വതസിദ്ധമായ ഒരു വഴിയായിരുന്നു അദ്ദേഹം തുറന്നത്. സാഹിത്യത്തിന്റെ ആഴവും പരപ്പും തേടി നടന്ന അവധൂതനായിരുന്നു സാനുമാഷ്. പ്രായം മറന്നും കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ തലയെടുപ്പോടെ നിന്ന വ്യക്തിത്വം, സ്വപ്നവും യാഥാർത്ഥ്യവും സമരസപ്പെടുത്തിയ നിരൂപകൻ. നിരവധി മഹാവ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളെ മലയാളികൾ അടുത്തറിഞ്ഞത് സാനുമാഷിന്റെ തൂലികയിലൂടെയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതപ്പെട്ടതിൽ ഏറ്റവും ആഴമുള്ള ജീവചരിത്രങ്ങളിലൊന്ന് MK സാനുമാഷിൻ്റെതാണ്. ജീവിതം ലോകക്ഷേമത്തിനായി ഒഴിഞ്ഞുവെച്ച പുണ്യാത്മാക്കളുടെ ചരിത്രം വായിക്കുന്ന ശീലം അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു. ആ വായനയാണ് അദ്ദേഹത്തെ ജീവചരിത്ര രചന എന്ന മേഖലയിലേക്ക് നയിച്ചത്. മാർഗദീപമായിരുന്ന നാരായണ ഗുരുദേവന്റെ ചരിത്രം രചിക്കുവാൻ അദ്ദേഹത്തിന് പ്രേരണയായത് CR കേശവൻ വൈദ്യരായിരുന്നു. ആൽബർട്ട് ഷൈറ്റ്സറെ കുറിച്ചുള്ള ഒരു പത്രവാർത്തയിൽ നിന്നുള്ള പ്രചോദനമാണ് അദ്ദേഹത്തെക്കുറിച്ച് അസ്തമിക്കാത്ത വെളിച്ചം എന്ന കൃതി രചിക്കാൻ കാരണമായത്. അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ചങ്ങമ്പുഴയെ ആത്മാവിൽ അനുഭവിച്ചെഴുതിയ ജീവചരിത്രമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം. MK സാനുവിന് ഏറ്റവും അവിസ്മരണീയമായ കീർത്തിമുദ്ര ലഭിച്ചത് മലയാളത്തിന്റെ കാവ്യഗന്ധർവൻ ചങ്ങമ്പുഴയുടെ ഭാര്യ ശ്രീദേവിയിൽ നിന്നുമായിരുന്നു. ചങ്ങമ്പുഴയോടൊപ്പം ജീവിച്ചെങ്കിലും അദ്ദേഹത്തിലെ മനുഷ്യനെയും കവിയെയും താൻ പൂർണ്ണമായി മനസ്സിലാക്കിയത് സാനു രചിച്ച ജീവചരിത്രം വായിച്ചിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരു ജീവചരിത്രകാരന്റെ ആത്മാർത്ഥതയ്ക്കും ആധികാരികതയ്ക്കും ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം, വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതിയിലൂടെ ശ്രീദേവിക്ക് മാത്രമല്ല ചങ്ങമ്പുഴയെ ഇന്നും ആരാധിക്കുന്ന കേരളത്തിന്റെ മുഴുവൻ സ്നേഹഭാചനമായി മാറുകയായിരുന്നു MK സാനു. ബഷീറിനെ അടിമുടി അവതരിപ്പിക്കുന്ന ബഷീർ ഏകാന്തവേദിയിലെ അവധൂതൻ എന്ന ജീവചരിത്രം പോലെയൊന്ന് അതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല. 40ൽ പരം പുസ്തകം എഴുതിയ അദ്ദേഹം അവസാന കാലം വരെ മലയാള സാഹിത്യത്തിൽ നിറദീപമായി ശോഭിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം, പത്മഭൂഷൺ പുരസ്കാരം എന്നിങ്ങനെ ഒട്ടനവധി അംഗീകാരങ്ങൾ ആ കൈകളിലേക്ക് എത്തി. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു MK സാനുമാഷ്. മരണം ആ സാന്നിധ്യത്തെ അവസാനിപ്പിക്കുന്നില്ല. പുസ്തകങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, അധ്യാപനത്തിന്റെ ധന്യതയിലൂടെ എന്നും നമുക്കിടയിൽ തന്നെ ഉണ്ടാകും. സൗഹൃദത്തെ നെഞ്ചിലേറ്റിലാളിച്ച് മനുഷ്യനോടും മനുഷ്യത്വത്തോടും ചേർന്ന് നിന്ന നല്ല മനസ്സിന്റെ ഉടമയായ പ്രിയപ്പെട്ട സാനുമാഷിന് CCM കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ.